ഈസ്റ്റ് പോർട്ടിലെ ട്രാഫിക് നിയന്ത്രണം. സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജനുവരി 4 മുതൽ 8 വരെ കലവള്ളി കിഴക്കേക്കോട്ടയിൽ ട്രാഫിക് നിയന്ത്രണം ഉണ്ടാവും. കിഴക്കേക്കോട്ട മുതൽ ഗണപതി ക്ഷേത്രം വരെ റോഡിൻ്റെ ഇരുവശങ്ങളിലും KSRTCയുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും സർവീസ് നടത്താൻ പാടില്ല എന്നുള്ളവർ ഇന്ന് തീരുമാനിച്ചു. അവരെ സംയുക്ത യോഗം ചേർന്ന് തീരുമാനിച്ചു. കാരണം കഴിഞ്ഞ 5 മാസത്തിന് കുറേ അപകടങ്ങൾ അവിടെ ഉണ്ടായതാണ്. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള സർവീസുകൾ അട്ടക്കുളങ്ങര, വെട്ടിമുറിച്ച കോട്ട, കോട്ടയ്ക്കയം പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്നതായിരിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയമാണ്. തികച്ചും സുതാര്യമായും സ്വകാര്യത ഉറപ്പുവരുത്തിക്കൊണ്ടുമാണ് ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നത്. യാതൊരു വിധത്തിലുള്ള അഴിമതിയും സാധ്യതകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു മുൻകൈ എന്ന നിലയിൽ സംസ്ഥാന ഇൻ്റലിജൻസിനും വിജിലൻസിനും എല്ലാ ജഡ്ജസിൻ്റെ പ്രവർത്തനങ്ങളും നിരന്തരം നിരീക്ഷിക്കും. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. മാധ്യമ അവാർഡ് 2023 ഒക്ടോബറിൽ തൃശ്ശൂരിൽ വെച്ച് നടത്തിയ 65ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവവുമായി ബന്ധപ്പെട്ട മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ ജോൺ സാമുവൽ, ശ്രീ രവി മേനോൻ, ശ്രീ വിനോദ് എ എന്നിവർ അടങ്ങുന്ന അവാർഡ് നിർണയ സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. മികച്ച വാർത്താചിത്രം ചന്ദ്രിക ദിനപത്രത്തിലെ ശ്രീ ഡയമണ്ട് പോൾ. അച്ചടി മാധ്യമത്തിലെ സമഗ്ര കവറേജ് മലയാള മനോരമ ദിനപത്രം. മികച്ച TV റിപ്പോർട്ടിംഗ് മാതൃഭൂമി ടെലിവിഷനിലെ ശ്രീ ആദിത്യൻ. മികച്ച ഛായാഗ്രഹണം മീഡിയ വണ്ണിലെ ശ്രീ ബബീഷ് കക്കോടി. ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച കവറേജ് ഏഷ്യാനെറ്റ് ന്യൂസ്. സ്പെഷ്യൽ ജൂറി മെൻഷൻ തൃശ്ശൂർ മീഡിയ വിഷൻ. മികച്ച പത്ര റിപ്പോർട്ടർ വിഭാഗത്തിൽ ജൂറി ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. സമഗ്ര ശ്രവ്യ കവറേജ് വിഭാഗത്തിന് എൻട്രികൾ ലഭിച്ചിട്ടില്ല. കായികമേളയിൽ വ്യക്തികൾക്ക് 20,000 രൂപയും സർട്ടിഫിക്കറ്റും ഫലകവും സ്ഥാപനത്തിന് 25,000 രൂപയും കൊടുക്കുകയാണ്. കൊല്ലത്ത് വെച്ച് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എൻ്റെ മാധ്യമ അവാർഡ് 2024 വർഷം കൊല്ലത്ത് വെച്ച് നടന്ന 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിലെ മാധ്യമ അവാർഡിന് എൻട്രികൾ ക്ഷണിക്കുകയും ആയത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, ദൂരദർശൻ മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ PK വേണുഗോപാൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ രാജീവ് ശങ്കരൻ, ശ്രീ കാരക്കാവുണ്ടം വിജയകുമാർ എന്നിവർ ഉൾപ്പെടുന്ന ജൂറി പരിശോധിക്കുകയും ഇനി പറയുന്ന മാധ്യമങ്ങളെ വ്യക്തികളെയും അവാർഡിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവാർഡ് ജേതാക്കൾക്ക് ശില്പവും പാരിതോഷികവും വ്യക്തികൾക്ക് 20,000 രൂപയും സ്ഥാപനങ്ങൾക്ക് 25,000 രൂപയും സമ്മാന തുകയായിട്ട് നൽകുന്നു. അച്ചടി മാധ്യമം മലയാളം. മികച്ച റിപ്പോർട്ടർ ശ്രീമതി ബീന അനിത മാധ്യമം. മികച്ച ഫോട്ടോഗ്രാഫർ ശ്രീ രാജേഷ് രാജേന്ദ്രൻ ജനയുഗം. മികച്ച സമഗ്ര കവറേജ് മാതൃഭൂമി. മികച്ച കാർട്ടൂൺ ശ്രീ KVM ഉണ്ണി മാതൃഭൂമി. അച്ചടി മാധ്യമം ഇംഗ്ലീഷ്. മികച്ച സമഗ്ര കവറേജ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. മികച്ച റിപ്പോർട്ടർ ശ്രീ SR പ്രവീൺ ദി ഹിന്ദു. മികച്ച ക്യാമറ പേഴ്സൺ ശ്രീ C സുരേഷ് കുമാർ ഹിന്ദു. ദൃശ്യമാധ്യമം മികച്ച റിപ്പോർട്ടർ ശ്രീ PC സൈഫുദ്ദീൻ മീഡിയ വൺ. ജൂറിയുടെ പ്രത്യേക പരാമർശം ശ്രീമതി ധന്യ കിരൺ മലയാള മനോരമ. മികച്ച ക്യാമറ പേഴ്സൺ ശ്രീ സനോജ് പയ്യന്നൂർ കേരള വിഷൻ. ശ്രീ ഷാജു KV മാതൃഭൂമി. മികച്ച സമഗ്ര കവറേജ് ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ്. ഓൺലൈൻ മീഡിയ മികച്ച സമഗ്ര കവറേജ് ദി ഫോർത്ത് ശ്രവ്യ മാധ്യമം തേർഡ് FM റേഡിയോ. ട്രാഫിക് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം ഒന്ന് ചുരുക്കി പറയും.